അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 20-ൽ 18 സീറ്റും UDF ജയിച്ചു. ഇപ്പൊ ബൈ ഇലക്ഷനില് UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ നല്ല ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. LDF വിജയിച്ച ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൊരു ലീഡർഷിപ്പ് മാറ്റത്തിന്റെ പ്രശ്നം ഇപ്പൊ ഇല്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഈ യുവതലമുറയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ചില ആവശ്യങ്ങൾ കേൾക്കുന്നില്ല. അല്ല, KPC പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമില്ല. യുവാക്കളെ കൊണ്ടുവരാൻ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ മതിയല്ലോ. ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ പ്രയോറിറ്റി ചെറുപ്പക്കാർക്ക് കൊടുക്കണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരണം. ഇപ്പൊ പ്രസിഡന്റിനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ലോക്സഭ ഇലക്ഷൻ നയിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മത്സരിച്ച് ഭൂരിപക്ഷം കൂട്ടി അദ്ദേഹത്തിന്റെ. പിന്നെന്താ ആരോഗ്യത്തിന് കുഴപ്പമെന്താ? ഒരു കുഴപ്പമില്ല. പാർട്ടി കൊണ്ടു നടക്കാനുള്ള ആരോഗ്യമൊക്കെ നിലവിലുള്ള പ്രസിഡന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാറ്റത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.